ഓക്കെ, ഗുഡ് മോർണിംഗ്. ഭരതവാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടൻ ഒരു അമ്മാവനുമായി സംസാരിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അമ്മാവൻ നാടകത്തെക്കുറിച്ച് സമൂഹത്തിൻ്റെ പൊതുവായ ധാരണകളാണ് അമ്മാവൻ പങ്കുവയ്ക്കുന്നത്. നാടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് ഒരുതരം ഭ്രാന്താണ് എന്നും ധനസമ്പാദനത്തിനോ ജീവിതത്തിനോ അത് ഉപകരിക്കുകയില്ല എന്നും അന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ക്ഷോഭം പ്രകടമാക്കുന്നുണ്ട്. നടനാവട്ടെ കലയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല, അതിൽ നിന്ന് ധനസമ്പാദനമല്ല, കലയിലൂടെയുള്ള ചാരിതാർത്ഥ്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന അർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പൊതുവെ കലയെക്കുറിച്ച് സമൂഹത്തിൻ്റെ ഒരു ധാരണയാണ് അവിടെ വൃദ്ധനിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പം അതിനുശേഷം വൃദ്ധൻ പോയി കഴിഞ്ഞ അവസരത്തിൽ നടൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ദുഃഖങ്ങളിലേക്ക് അടിപ്പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇനി ഈ ലോകത്ത് ഞാൻ ആരുമില്ലാതെ ദുഃഖിതനായിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ചെയ്തു പോയ അല്ലെങ്കിൽ പിന്നിട്ട വഴികളിൽ എവിടെയാണ് തനിക്ക് പിഴച്ചത് എന്ന് അറിയാതെ നിൽക്കുന്ന നടന് തൻ്റെ മനസാക്ഷിയുടെ മറുപടികളാണ് എന്ത് ചെയ്യുന്നത്, നേർവഴി കാണിച്ചു കൊടുക്കുന്നത്. മനസാക്ഷി പറയുന്നുണ്ട്, എൻ്റെ കൂടെ വരൂ, ഞാൻ പറയുന്ന വഴിയിലൂടെ എന്ന്. അതേതാണ് വഴി? എനിക്ക് ആ വഴി നല്ല പരിചിതമില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ കണ്ണ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ, ആ കാഴ്ച തൽക്കാലത്തേക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് മറക്കാം, മനസാക്ഷിയുടെ കാഴ്ചയിലൂടെ നിനക്ക് പുതിയ വഴികളിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെയാണ് ആര് പറയുന്നത്? മിത്രം പറയുന്നത്. മിത്രം എന്ന് പറഞ്ഞാൽ മനസാക്ഷി പറയുന്നത്. അപ്പോൾ മരണമാണോ ആ നിങ്ങൾ കൊണ്ടുപോകുന്ന വഴി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസാക്ഷിയുടെ ഉത്തരം, ഇത്ര മധുരിക്കുന്ന മരണം നിനക്ക് കിട്ടാൻ നീ എന്ത് പുണ്യമാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് അടിവരയിടാൻ പറഞ്ഞത്. ഇത്ര മധുരിപ്പിക്കുന്ന മരണം നേടാൻ എൻ്റെ അപ്പൻ, എൻ്റെ കുട്ടി എന്ത് പുണ്യമാണ് ചെയ്തത് എന്നാണ്. ഞാൻ വിളിച്ചത് മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്കാണ് എന്നും ആര് പറയുന്നുണ്ട്? മിത്രം പറയുന്നുണ്ട്. അപ്പോൾ മിത്രം ഇത് പറഞ്ഞ അവസരത്തിൽ നടൻ ചോദിക്കുന്നുണ്ട്, ജീവിതത്തിൽ എവിടെയാണ് വേദനയില്ലാത്ത ഒരിടം? ജീവിതത്തിൽ വേദനയില്ലാത്ത ഒരിടം എവിടെയാണ്? അങ്ങനെയുള്ള സ്ഥലം ഉണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉണ്ട്, എൻ്റെ കൂടെ വരുന്നോ എന്നാണ് മിത്രം ചോദിക്കുന്നത്. അങ്ങനെ ജീവിതത്തിലെ വേദനാജനകമായ ഓർമ്മകൾ വേട്ടയാടാത്ത ഒരു സ്ഥലത്തേക്ക് മിത്രം, മനസാക്ഷി നടൻ്റെ വർത്തമാനത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ പഴയ ഓർമ്മകളിൽ നിന്ന് അകലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. നടൻ പറയുന്നു, ഞാൻ തളർന്നു, തളർച്ച മാറും എന്നാണ് മിത്രം കൊടുക്കുന്ന മറുപടി. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു വരുന്നു. അപ്പോൾ മിത്രം പറയുന്നു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നിനക്കുണ്ടല്ലോ എന്നാണ്. എനിക്ക് വാദിക്കാനുള്ള ബലം പോരാ, എനിക്ക് തർക്കത്തിനുള്ള സമയമില്ല എന്നാൽ പിന്നെ അനുസരിച്ചുകൂടെ എന്നാണ് മിത്രം ചോദിക്കുന്നത്. എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് വളരെ നിസ്സഹായനായിട്ട് നടൻ ചോദിക്കുന്നു. ദൂരെ ദൂരെ, ഉയരെ ഉയരെ എന്നാണ് മറുപടി. അവിടെ നേരത്തെ പറഞ്ഞില്ലേ, അപാരതയുടെ അതിരിൽ, അഗാധ നീലിമയുടെ ചുവട്ടടിയിൽ. അവിടെ നീ പുതിയ കാഴ്ചകൾ കാണും, അത് നിന്നെ അലൗകികമായ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പറയുന്നതാണ്, ഇനി അപാരതയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ, അപാരത എന്ന് പറഞ്ഞാൽ എത്തുംപിടിയും കിട്ടാത്ത, അതിര് കാണാൻ കഴിയാത്ത അപാര സമുദ്രം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അപാരതയുടെ അടിയിൽ അവിടെ നിനക്ക് അലൗകികമായ ആനന്ദത്തിലേക്ക് നീ അവിടെ എത്തപ്പെടും എന്നാണ് മനസാക്ഷി പറയുന്നത്. നടൻ, എന്നെ അന്ധനായ, പരാശ്രിതനായ ഞാൻ അന്ധനല്ലേ? കാഴ്ചകൾ ഇനി എനിക്ക് അന്യമാണ്, പരാശ്രിതനാണ് ഞാൻ, അന്യൻ്റെ സഹായമില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാനാവില്ല. മിത്രം, അതെ, എനിക്കൊന്നും കാണാൻ വയ്യല്ലോ എന്ന് വളരെ ദയനീയമായിട്ട് നടൻ ചോദിക്കുന്നു. അപ്പോൾ മിത്രം ചോദിക്കുന്നു, കൂടെ ഞാനില്ലേ, ഞാൻ കാണിച്ചു തരും എന്ന്. അപ്പോൾ നടൻ പറയുന്ന ഭാഗമുണ്ട്, പറഞ്ഞാണ് നോക്കുക, അതാണ് എൻ്റെ ഭയം, വഴിവിട്ടു പോകാൻ നീ സർവജ്ഞൻ. ഞാൻ തെറ്റുകളിലേക്ക് പോകുമ്പോഴൊക്കെ എന്നെ തിരുത്തേണ്ട നീ, എന്നെ തിരുത്തിയ അനുഭവം എനിക്കില്ല. നീ എവിടെയാണോ എന്നെ ഉപേക്ഷിക്കുന്നതെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് നടൻ പറയുന്നു. മിത്രം, വഴിവിട്ടു പോയാൽ പുതിയ കാഴ്ചകൾ കാണാം, അതാണ് ജീവിതം. വഴിവിട്ട ജീവിതം പുതിയ കാഴ്ചകൾക്കും പുതിയ അനുഭവങ്ങൾക്കും കാരണമാവും, അങ്ങനെ തിരിച്ചറിവുണ്ടാവും എന്നാണ് മിത്രം പറയുന്നത്. നടൻ, നയിക്കൂ നിനക്കിഷ്ടമുള്ളിടത്തേക്ക്,
എതിർത്ത് നിൽക്കാൻ കെൽപ്പില്ല. എനിക്ക് നിന്നോട് എതിർത്ത് നിൽക്കാനാവില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മനസ്സാക്ഷി എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന്. മിത്രം, അത് ബുദ്ധിയാണ്. പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് നടനെയും തൻ്റെ കൂടെ പിടിച്ചു തിരിച്ച്, അതാ നീ കാണുന്നില്ലേ, മുന്നോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. എന്താണ്, മനസ്സിൻ്റെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ, മാനസികമായ കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. അവിടെ പ്രത്യാശയുടെയും പ്രസന്നതയുടെയും ദീപപ്രസരം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു മ്യൂസിക്, പിന്നെ പ്രകാശം. അപ്പോൾ നടൻ, എൻ്റെ കണ്ണ് അവ്യക്തമായി എന്തോ ഇല്ല, പറ്റുന്നില്ല. മിത്രം, ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ കാണും. എൻ്റെ നാവ് കൊണ്ട് അക്കഥ ഞാൻ വിസ്തരിക്കും. എൻ്റെ ഓമന കുഞ്ഞ്, ഒരു ശിശുവിനോട് മുതിർന്നവർ കാട്ടുന്ന അനകമ്പ ശിരസ് തടവി, നിനക്ക് വേണ്ടി ഇനി ഞാൻ കാണും. എൻ്റെ കണ്ണുകളാണ് നിനക്ക് വേണ്ടി കാണുക. നിനക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരും. അങ്ങനെ കുഞ്ഞിനെ എന്ന പോലെ എന്ത് ചെയ്യുന്നു, മനസാക്ഷി അവസാനം ഒത്തു നിൽക്കുന്നു. നടൻ, എന്താണ് അവിടെ? മിത്രം, നിന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞില്ലേ, വേദനയില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത, ദുഃഖത്തിൻ്റെ, ശാന്തിയുടെ, പ്രകാശത്തിൻ്റെ അനന്തമായ ആഴിപ്പരപ്പ്. അതിൻ്റെ തീരങ്ങളിൽ നമുക്ക് പോകാം, അതിലേക്ക് എടുത്തു ചാടാം, നമുക്ക് നമ്മെ തന്നെ മറക്കാം. വരൂ, നിന്റെ ലക്ഷ്യം അതാണ് അവിടെ കാണുന്നത്. അവിടെ എന്താണ് അവിടെ ഉള്ളത്? വേദനയില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത, സുഖത്തിൻ്റെ, ശാന്തിയുടെ, പ്രകാശത്തിൻ്റെ അനന്തമായ ആഴിപ്പരപ്പ്. അതിലേക്ക് നമുക്ക് എടുത്തു ചാടുകയാവാം, അതിൽ മുങ്ങിത്താഴുകയുമാവാം. ഒരു പ്രയാസവും ഉണ്ടാവില്ല. നടൻ, എങ്ങനെ, എവിടെയാണത്? മിത്രം, ആ ഉയരത്തിലേക്ക്. നടൻ, ഉയരം? സമുദ്രമെന്നല്ലേ പറഞ്ഞത്? അത്യുന്നതങ്ങളിലോ സമുദ്രം? നിങ്ങൾ പറഞ്ഞ സമുദ്രമെന്നല്ലേ, ഇപ്പോൾ പറയുന്നു ഉയരത്തിലേക്ക് എന്ന്. അതെങ്ങനെയാണ്? സമുദ്രം ഉയരത്തിലാണോ ഉള്ളത്? മിത്രം, അത് മാനസ സരസ്സാണ് കുട്ടി. ദേവന്മാർ നീരാടുന്ന മാനസ സരസ്. കൽപ്പവൃക്ഷങ്ങളുടെ പരാഗരേണുക്കൾ വീണ് സുഗന്ധം പൂശിയ ജലാശയം. സ്വർണവളയമുള്ള അരണ്യങ്ങൾ പാറി നടക്കുന്ന നിന്റെയും എൻ്റെയും മനസ്സിലെ സ്വർലോക സരസ്. അതാണ് പറയുന്നത്. എന്താണ് അത്? മാനസ സരസ്സാണ്. ബ്രഹ്മാവിൻ്റെ ഉദ്യാനമാണ് മാനസ സരസ്. സ്വർലോകത്തിലെ എല്ലാ സുഖ സൗഭവങ്ങളും തത്തിക്കളിക്കുന്ന ഒരു തടാകം. അതാണ് ദേവന്മാർ അവിടെയാണ് നീരാടുന്നത്. ദേവന്മാർ അവിടെയാണ് കുളിക്കാറ്. കൽപ്പവൃക്ഷങ്ങളുടെ പരാഗരേണുക്കൾ വീണ് സുഗന്ധം പൂശിയ ജലാശയമാണ്. അരയന്നങ്ങൾ അവിടെയുണ്ട്. നിന്റെയും എൻ്റെയും സ്വർലോക സരസ്. അവിടേക്കാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നടൻ, നടക്കൂ. മിത്രം, പക്ഷെ ഒട്ടേറെ പടവുകൾ കയറണം. ഇടിഞ്ഞു പൊളിഞ്ഞ പടവുകൾ, പായൽ പിടിച്ച് പച്ച നിറം വീണ പടവുകൾ. ചവിട്ടിയാൽ ഇഴുതി വീഴും, വഴുതി വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? പിന്നെ നിങ്ങൾക്കൊരു കവിതയുടെ ഓർമ്മ ഉണ്ടാവണം. ഇരുവഴിയിൽ പെരുവഴി നല്ലു, പെരുവഴിയെ പോ ചങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. വഴിവെട്ടാൻ പോകുന്നവരോ പുതുനോമ്പുകൾ നോൽക്കേണം, പല കാലം തപസ്സു ചെയ്ത് പല പീഡകളേൽക്കേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ കവിതയിൽ പറയുന്ന കാര്യമുണ്ട്. എന്താണ്? ഇരുവഴിയിൽ പുതുവഴി നല്ലു, പുതുവഴിയെ പോ ചങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ച വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് പുതുമയില്ലാത്ത കാര്യമാണ്. പക്ഷേ കവി പറയുന്നത് പുതുവഴിയാണ് നീ വെട്ടുന്നതെങ്കിൽ, പുതിയ വഴിയാണ് ജീവിതത്തിൽ നീ തെളിയിക്കുന്നതെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഗുണം എന്താണ്? കാലം നിന്നെ ഓർമ്മിക്കും എന്നുള്ളതാണ്. കാലം നീ ജീവിച്ചിരുന്നു എന്ന് ഇവിടെ അടയാളപ്പെടുത്തും. അപ്പോൾ ജീവിതത്തിൽ പുതിയ വഴികൾ വെട്ടിയ ആളുകളായിരുന്നു ഗാന്ധിജിയെ പോലെയും മദർ തെരേസയെ പോലെയും ഉള്ള മഹാന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും. പുതിയ വഴി വെട്ടിയത് കൊണ്ട് കാലത്തിൻ്റെ പ്രയാണത്തിൽ അവർ വിസ്മൃത കൂടിയിൽ അടിപ്പെടുന്നില്ല. നമ്മൾ ഇന്നും ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സുഖകരമായ ജീവിതത്തിന് ഒട്ടേറെ പടവുകൾ കയറണം എന്നാണ് മിത്രം പറയുന്നത്. എന്താണ് പറയുന്നത്? ഇടിഞ്ഞു പൊളിഞ്ഞ പടവുകളാണ്
ചവിട്ടിയാൽ വഴുതിപ്പോവാൻ പോകുന്ന തരത്തിലുള്ള വഴുക്ക് നിറഞ്ഞ പടവുകൾ. ഒരടി തെറ്റിയാൽ ശ്രദ്ധിക്കാതെ കാലടിപ്പാടുകൾ വയ്ക്കുമ്പോൾ പിഴച്ചു പോകുന്ന ജീവിതത്തിൻ്റെ മൂല്യനിർണ്ണയം തന്നെയാണ് ഇവിടെ വരുന്നത്. നടൻ്റെ ജീവിതം വഴുതിയ പടവുകളിലൂടെയുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ ധാരാളം വീഴ്ചകൾ നടന് പറ്റി. ഇനി ഉള്ള ജീവിതം ആ വഴുതലില്ലാത്ത നല്ല പോലെ സൂക്ഷിച്ച് കാലുകൾ വെക്കണം എന്നാണ് ആര് ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ മിത്രം ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ നടൻ ചോദിക്കുന്നു, പടവുകളോ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. മിത്രം, ഞാൻ കാണുന്നു. മുകളിലേക്ക് പോകുമ്പോൾ ഇടുങ്ങി ചെറുതായി വരുന്ന കൽപ്പടവുകൾ ഞാൻ കാണുന്നു. നടൻ, എനിക്ക് ഭയം തോന്നുന്നു. മിത്രം, ഞാനില്ലേ, പക്ഷെ സൂക്ഷിക്കണം. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മുൾ നിറഞ്ഞതും അത്രേ. കേട്ടിട്ടില്ലേ? സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മുൾ നിറഞ്ഞതും അത്രേ എന്ന് പറഞ്ഞാൽ അവിടെ ധാർമ്മികതയ്ക്ക് എത്രയ്ക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മുൾ നിറഞ്ഞതും അത്രേ. യേശു പറഞ്ഞിട്ടുണ്ട്, ഒരു പാപിയുടെ സ്വർഗപ്രവേശം ഒരു ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നത് പോലെ വിഷമകരമാണ് എന്നാണ്. ഇതൊരിക്കലും സാധിക്കുകയില്ല. അതുപോലെ പാപി സ്വർഗത്തിലും എത്തുകയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും മുൾ നിറഞ്ഞതും അത്രേ. കേട്ടിട്ടില്ലേ? നടൻ പുഞ്ചിരിക്കുന്നു. എന്താ ഒരു ചിരി? നടൻ, ഞാൻ ഓർക്കുകയായിരുന്നു. മിത്രം, നടൻ, ധർമ്മപുത്രർ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ട കഥ. ബന്ധുക്കളെല്ലാം മരിച്ചു വഴിയിൽ വീണു. അത് കണ്ടുകൊണ്ട് അദ്ദേഹം നടന്നു, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട്. അതുപോലെ ഞാനും നടക്കണം അല്ലേ? അപ്പോൾ മിത്രം, അദ്ദേഹം നടന്നത് സ്വർഗത്തിലേക്കായിരുന്നു. നടൻ, ഈ പടികളത്രയും കയറി. മിത്രം, അപ്പോഴാണ് ശാന്തി, സുഖം, സമാധാനം. നടൻ, നയിക്കൂ. മിത്രം, എൻ്റെ കൈ പിടിച്ച് നടന്നുകൊള്ളൂ. കുട്ടിക്കാലത്ത് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് നടന്നിട്ടില്ലേ? അതുപോലെ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഭാര്യ പറഞ്ഞ ഒരു കഥ വിട്ടുപോയതല്ല. ധർമ്മപുത്ര മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ട കഥ. മഹാഭാരതത്തിലെ അവസാനത്തിൽ ധർമ്മപുത്ര, പിന്നെ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി, പിന്നെ ഒരു നായി. യുദ്ധം കഴിഞ്ഞ് സ്ഥാനമൊക്കെ ഒഴിവാക്കിയ ശേഷം പാണ്ഡവന്മാർ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രയാണമുണ്ട്, സ്വർഗത്തിലേക്കുള്ള നടത്തം. അങ്ങനെ സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ, അവിടെയുള്ള പടവിലേക്ക് എത്താനായപ്പോൾ ഓരോരുത്തരായിട്ട് തൻ്റെ വഴിയിൽ വീഴുകയാണ്. അവർ ജ്യേഷ്ഠ ഞാൻ വീണു എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർക്ക് തിരിഞ്ഞു നോക്കാനുള്ള പ്രേരണയുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള അനുജൻ വീഴുന്ന അവസരത്തിൽ തിരിഞ്ഞു നോക്കരുത് എന്നാണ് അദ്ദേഹത്തിനുള്ളത്. നിന്റെ പിന്നിൽ നിന്നും പലതരത്തിലുള്ള കരച്ചിലുകളും സംഭവങ്ങളും കേൾക്കാം, പക്ഷെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ്. ധർമ്മപുത്രർ അക്ഷോഭ്യനായി നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി ദ്രൗപദിയും പിന്നെ പാപം കൂടുതലുള്ള ആളുകളൊക്കെ വഴിയിൽ വെച്ച് വീണു പോവുകയാണ്. അവരൊക്കെ നരകത്തിലേക്കാണ് എത്തുന്നത്. അവസാനം സ്വർഗത്തിലെത്തുന്നത് ധർമ്മപുത്രരും ആ നായിയും മാത്രമാണ്. അപ്പോൾ ആ കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള ബന്ധുക്കളെല്ലാം മരിച്ചു വഴിയിൽ വീണു. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം നടന്നു, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട്. അതുപോലെ ഞാനും നടക്കണം എന്നുള്ളതാണ്. അപ്പം മിത്രം, അദ്ദേഹം നടന്നത് സ്വർഗത്തിലേക്കായിരുന്നു. ഈ പടികൾ അത്രയും കയറിയിട്ടാണോ അദ്ദേഹം നടന്നതെന്ന് നടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്രം പറയുന്നു, അപ്പോഴാണ് ശാന്തി, സുഖം, സമാധാനം. അപ്പോൾ എന്നെ ഇതാ അമ്മയുടെ കൈ പിടിച്ച് നടന്നതുപോലെ എന്നെയും അവിടേക്കുള്ള വഴിയിലേക്ക് നടത്തിക്കൂ എന്ന് പറയുന്നു. നടൻ അയാളുടെ കൈകളിൽ പിടിക്കുന്നു. രണ്ടുപേരും മിത്രത്താൽ നീതനായി അനുനയിക്കപ്പെട്ടുകൊണ്ട് നടൻ രംഗപശ്ചാത്തലത്തിലേക്ക് നടന്ന് അടുക്കുന്നു. ദുഷ്യന്ത സാരഥിയെപ്പോലെ ഞാൻ കാഴ്ചകൾ വർണ്ണിക്കണമോ എന്നാണ്. ദുഷ്യന്തൻ്റെ സാരഥിയെപ്പോലെ ഞാൻ കാഴ്ചകൾ വർണ്ണിക്കണമോ? നടൻ, പറയൂ സഞ്ജയ, പറയൂ. സഞ്ജയൻ മഹാഭാരതത്തിലെ മറ്റൊരു കഥാപാത്രമാണ്. ഓക്കെ.
അപ്പോൾ എല്ലാ കഥയും വിശദീകരിക്കേണ്ട, സമയം പോയി പോകും. അപ്പോൾ പറയൂ സഞ്ജയ, പറയൂ മിത്രം. ഇളം മഞ്ഞ് എൻ്റെ ചുറ്റും തൂവെള്ള നിറത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ, അവയുടെ പുകയ്ക്കിടയിലൂടെ അവ്യക്തമായി ഭൂരേഖകൾ കാണുന്നത് പോലെ നീർത്തുള്ളിയാൽ നനഞ്ഞ ഉരുൾ ചുറ്റോടു കൂടിയ താങ്കളുടെ രഥം, ആരപ്പഴുതിലൂടെ പറന്നു നടക്കുന്ന ചാതകങ്ങൾ, ചെറിയ കിളികൾ. നടൻ: രഥം, ചാതകങ്ങൾ, എന്താണിതൊക്കെ? മിത്രം: മാലതീ ദേവി ദുഷ്യന്തനോട് പറഞ്ഞത് ഓർക്കുകയായിരുന്നു. മാലതീ ദേവി ദുഷ്യന്തനോട് പറഞ്ഞത് ഓർക്കുകയായിരുന്നു. മഹാഭാരതത്തിലെ മറ്റൊരു കഥ. നടൻ: മഹാപ്രസ്ഥാനത്തിൻ്റെ പഥം, മഹാപ്രസ്ഥാനത്തിലേക്കുള്ള വഴി. മിത്രം: മഹാപ്രസ്ഥാനം, സ്വർഗയാനം, മോഹപഥത്തിൻ്റെ സ്വപ്നങ്ങളുടെ തീരാത്ത തീർത്ഥാടനം. നടൻ: എനിക്കോ ഇതിന് പ്രാപ്തി? എനിക്കെങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രാപ്തി ഉണ്ടാവുന്നത്? മിത്രം: എന്തുകൊണ്ടില്ല? അവിടെ നിർവേദത്തിന് സ്ഥാനമില്ല, നിരാശയ്ക്ക് സ്ഥാനമില്ല. അവിടെ മടിച്ചു നിന്നാൽ പതനമാണ് ഫലം. നടക്കൂ, സൂക്ഷിച്ചു കയറേണ്ടവയാണ് ഈ പടവുകൾ. കയറുവാൻ പ്രയാസമാണ്. അങ്ങനെ വന്നാൽ, നടൻ: വന്നാൽ? മിത്രം: ഭാരങ്ങൾ ഓരോന്നായി വലിച്ചെറിയണം. നടൻ: അതിന് ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ. മിത്രം: ഇല്ലേ? നടൻ: ഇല്ല. മിത്രം: നോക്ക് നിന്റെ കിസയിൽ. നടൻ: ഓ, ഇത് മാല വലിച്ചെടുക്കുന്നു. ഒരു കിസയിൽ ഒരു മാലയുണ്ട്. ഈ മാല നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സഹോദരിയുടെ മാലയാണത്, കട്ടെടുത്ത മാലയാണ്. മിത്രം: ഇതിൻ്റെ ഭാരം, ഇതുമായി പടവുകൾ കയറാൻ സാധ്യമല്ല. പാപത്തെ അത് ഓർമ്മിപ്പിക്കുന്നു, നീ ചെയ്ത കൊടും പാപത്തെ. നടൻ: ഇത് വലിച്ചെറിയണമെന്നോ? അല്ലാതെ? നടൻ: വിലപിടിപ്പുള്ള ഈ ആഭരണം നിന്റെ ആത്മാവിൻ്റെ വിലയോ? നടി അയാൾക്കടുത്ത് പ്രവേശിക്കുന്നു. നിന്റെ ആത്മാവിൻ്റെ വിലയോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നടി രംഗത്തേക്ക് മാറുന്നു. ഒരു ഓർമ്മപ്പെടുത്തലാണ്. നടി: ഞാൻ കൂടെയുണ്ട്. നടൻ: നീ? നടി: പറഞ്ഞില്ലേ, എനിക്ക് വിട്ടു നിൽക്കാനാവില്ല. ഞാൻ അങ്ങയെ പിന്തുടരും, രൂപത്തെ നിഴൽ പോലെ. പറയൂ, അങ്ങൊറ്റയ്ക്ക് എവിടെയാണ്, അങ്ങൊറ്റയ്ക്ക് എവിടേക്കാണ് പോകുന്നത്? നടൻ: ഞാൻ ഒറ്റയ്ക്കല്ല, മിത്രത്തെ നോക്കുന്നു. മിത്രം പുഞ്ചിരിക്കുന്നു. മിത്രം നടനോട്: നടക്കുന്നില്ലേ? ആ സമയം നടിയാണ് സംസാരിക്കുന്നത്. നടി നടനോട്: ഇപ്പോഴെങ്കിലും എന്നെ അങ്ങ് ഉപേക്ഷിക്കാതിരിക്കൂ. നടൻ: നീ എന്നെ സ്നേഹിക്കുന്നു. നടി: ഇനിയും സംശയമുണ്ടോ? മിത്രം: എങ്കിൽ ഈ ഭാരം എവളെ ഏൽപ്പിക്കൂ. നടി: എന്താണ് ആലോചിക്കുന്നത്? മിത്രം: കൊടുക്കൂ. നടി: നടൻ: എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്നാണ്. അപ്പോൾ നടി: കഷ്ടം, എങ്കിലോ? ഇനിയും എങ്കിലോ എന്നാണോ? മിത്രം: വിപരീതാർത്ഥ ദ്യോതകമായി, അതായത് നേരെ അർത്ഥം വിപരീതമാവുന്ന അർത്ഥത്തിൽ. രന്തിദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ദൈവരക്ഷോപായവും, അപ്പോൾ മിത്രരക്ഷോപായവും എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ വരിയാണ് അവർ ഉദ്ധരിക്കുന്നത്. നടി: എന്താണ് ഈ പറയുന്നത്? നടൻ: എന്നാൽ ഈ ഭാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. നടി: ഭാരമോ? അങ്ങയുടെ ഭാരമെല്ലാം ഈ ചുമലിൽ വെച്ചുകൊള്ളൂ, ഞാൻ താങ്ങാം എന്ന് നടി. നടൻ: ഇത് മാത്രം മാലയെടുത്ത് കാണിക്കുന്നു. നടി: ഇത് മിത്രം: ത്യാഗത്തിൻ്റെ പുറംപൂച്ച് എന്നതിനെ പരിഹസിക്കുന്നു. ത്യാഗത്തിൻ്റെ പുറംപൂച്ച് എന്ന്. നടൻ: ഈ ഒരു ചെറിയ ഭാരം. നടി: ഇതിലൊരു സ്ത്രീയുടെ ആത്മവേദനയില്ലേ? വിശ്വാസത്തെ കുത്തി മുറിവേൽപ്പിച്ച രക്തം. ഇത് വയ്യ, ഞാനിതെങ്ങനെ വാങ്ങും എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഭാരം സ്വീകരിക്കാൻ രത്നാകരനോട് വാൽമീകി മഹർഷി, അല്ലേ, രത്നാകരൻ, വാൽമീകി മഹർഷിയുടെ ആദ്യകാലത്തെ പേരാണ് രത്നാകരൻ. സപ്തർഷികൾ പറഞ്ഞു, നീ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ്. അപ്പോൾ രത്നാകരൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം. അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു. ആളുകളെ അതിക്രമിച്ച് അവരുടെ സ്വത്തും പണവും ചിലപ്പോഴൊക്കെ ജീവനും കവരുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിനക്ക് എവിടെയാണ് താങ്ങാനാവുക എന്ന് ചോദിച്ചപ്പോൾ രത്നാകരൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ഞാനും എൻ്റെ കുട്ടികളും പങ്കിട്ടെടുക്കും എന്നാണ് പറയുന്നത്. അതൊരിക്കലും ഉണ്ടാവില്ല സപ്തർഷികൾ. അങ്ങനെ പോയി ചോദിച്ചതാണ് തൻ്റെ മക്കളോടും ഭാര്യയോടും മാറി പലവട്ടം. അപ്പോഴൊക്കെ അവർ പറഞ്ഞെന്താണ്,
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന പ്രസിദ്ധമായ വരിയായിരുന്നു. നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഞങ്ങളാരും വഹിക്കുകയില്ല, നിങ്ങൾ തന്നെ വഹിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ആ പരിവർത്തനമാണ് രത്നാകരനെ വാൽമീകിയാക്കി മാറ്റിയത് എന്ന കഥ. അതിൻ്റെ ഭാഗമാണ് രാമായണം എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസം എന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലം ഏറ്റെടുക്കാൻ ഇതൊരു സ്ത്രീയുടെ ആഭരണമാണ്. ഈ ആഭരണത്തിൻ്റെ ഉള്ളിൽ അവളുടെ ആത്മവേദനയുണ്ട്. ഈ ആത്മവേദന ഏറ്റെടുക്കാൻ എനിക്കെങ്ങനെയാണ് കഴിയുക? ഞാനിത് ഏറ്റെടുക്കണമോ? ഞാനിതെങ്ങനെയാണ് വാങ്ങുക എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നു, നടി ചോദിക്കുന്നു. മിത്രം, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. നടൻ പരിഹാസമായി ചിരിക്കുന്നു. നടി, എന്തിന് ചിരിക്കുന്നു? എനിക്ക് തരാൻ പാപഭാരമേ ഉള്ളൂ? എനിക്ക് തരാൻ അങ്ങയുടെ കയ്യിൽ പാപഭാരം മാത്രമേ ഉള്ളൂ എന്നാണ് നടി ചോദിക്കുന്നത്. നടൻ, നീ എനിക്ക് വേണ്ടി മരിക്കുകയില്ലേ? നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറില്ലേ? അപ്പോൾ നടി, ഇതിനേക്കാൾ ഭേദം അതാണ്, ഇതിനേക്കാൾ ഭേദം അതാണ്. പാവഭാരം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. നടൻ, പോ എൻ്റെ കൺമുമ്പിൽ നിന്ന്, സ്വാർത്ഥമൂർത്തി. ഇതാണോ നിന്റെ മനസ്സിലുള്ളത്? എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ, സ്വാർത്ഥമൂർത്തി എന്ന് പറയുന്നു. സ്വാർത്ഥമൂർത്തി, സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് നടക്കുന്നവർ എന്ന് പറയുന്ന അർത്ഥത്തില്ല. നടി, ആരെ അങ്ങനെ വിളിക്കുന്നു? എന്നെ എന്താണ് വിളിച്ചത്? സ്വാർത്ഥമൂർത്തി എന്ന്. ആരെ അങ്ങനെ വിളിക്കുന്നു? സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾ. ഇല്ല, ഈ പാപഭാരം ഞാൻ പേറുകയില്ല. ഇല്ല, ഈ പാപഭാരം ഞാൻ പേറുകയില്ല. പിന്നിലേക്ക് അവൾ നടന്നു പറയുന്നു. മിത്രം, ഇനിയെങ്കിലും അത് വലിച്ചു എറിഞ്ഞുകൂടെ? ഈ പാപഭാരം വാങ്ങാൻ ആരും തയ്യാറില്ല. ഇനിയെങ്കിലും അത് വലിച്ചെറിഞ്ഞുകൂടെ എന്ന്. അപ്പോൾ നടൻ, എന്നാലും തീരാത്ത ഭാരമാണ് അതെനിക്ക്. അത് വലിച്ചെറിയുന്നു. വലിച്ചെറിഞ്ഞാലും തീരാത്ത ഭാരമാണ് അതെനിക്ക്. അപ്പോൾ ഇവിടെ അടിവരണം, എന്നാലും തീരാത്ത ഭാരമാണ് അതെനിക്ക്. ഏത് സംഭവത്തെക്കുറിച്ച്, എന്ത് ഭാരത്തെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം, എന്നാലും തീരാത്ത ഭാരമാണ് അതെനിക്ക്. അത് വലിച്ചെറിയുന്നു. മിത്രം, എല്ലാം വലിച്ചെറിയണം. നിന്റെ കുപ്പായങ്ങൾ, മനസ്സിൽ കുത്തി നിറച്ച സ്മൃതി ഭാണ്ഡങ്ങൾ എല്ലാം എന്ത് ചെയ്യുക? വലിച്ച് എറിയേണ്ടതുണ്ട് എന്ന് പറയാം. എല്ലാം വലിച്ചെറിയണം. എന്തെല്ലാം? നിന്റെ കുപ്പായങ്ങൾ, മനസ്സിൽ കുത്തി നിറച്ച സ്മൃതി ഭാണ്ഡങ്ങൾ. നടൻ, അത് എന്ന് പറയുന്നു. മിത്രം, നേട്ടം ത്യാഗം ആവശ്യപ്പെടുന്നു, കയറ്റവും. നേട്ടം ത്യാഗം ആവശ്യം, തികഞ്ഞ ത്യാഗത്തിലൂടെ മാത്രമേ നേട്ടം കൈവരിക്കാൻ കഴിയൂ. അതേപോലെ തന്നെ കുന്നു കയറുന്നവന് ഭാരം അയാളെ തളർത്തുന്ന ഘടകമാണ്. അതാ പറയുന്നത്. നേട്ടം ത്യാഗം ആവശ്യപ്പെടുന്നു, കയറ്റവും എന്ന് മനസാക്ഷി മിത്രം പറയുന്നു. നടൻ, എൻ്റെ വേഷങ്ങൾ ഇത്ര നാളും ഞാൻ പോറ്റി സൂക്ഷിച്ചു സ്മരണകൾ. എൻ്റെ വേഷങ്ങൾ ഇത്ര നാളും ഞാൻ പോറ്റി സൂക്ഷിച്ച സ്മരണകൾ, ഇതൊക്കെയാണ് എൻ്റെ വേഷങ്ങൾ. മിത്രം, അവയുടെ ഭാരം ഭയങ്കരമാണ്. നിൻ്റെ മനസ്സിലെ ഈ സ്മരണകളുണ്ടല്ലോ, അവയുടെ ഭാരം സഹിക്കാൻ കഴിയാത്ത അത്രയും ഭാരമാണ് നിൻ്റെ ഓർമ്മകൾക്ക് എന്നാണ്. അപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. നടൻ്റെ മനസ്സിലെ പാപബോധം തന്നെയാണ്. ആ പാപബോധത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നടന് അവയിൽ നിന്ന് മോചനം ആവശ്യമാണ് എന്നാണ്. അവയുടെ ഭാരം ഭയങ്കരമാണ് എന്നാണ് ആര് പറയുന്നത്? മിത്രം പറയുന്നത്. അതൊക്കെ വലിച്ചെറിഞ്ഞാൽ പിന്നെ ഞാൻ അല്ലാതായി പോവില്ലേ എന്നാണ് നടന്റെ ചോദ്യം. ഇതൊക്കെ വലിച്ചെറിഞ്ഞാൽ. അപ്പോൾ മിത്രം പറയുന്നു, നഗ്നമായ നിന്റെ മനസ്സ്, നഗ്നമായ നിന്റെ മനസ്സ്, നഗ്നമായ നിന്റെ ശരീരം. അപ്പോൾ നടൻ പിൻവലിയുന്നു. മിത്രം, പിന്നെങ്ങനെ? ഇല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നടന്നു നിത്യദുഃഖങ്ങളുടെ ഈ ചെളിക്കുണ്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളൂ. ഇതൊന്നും നീ തയ്യാറല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ്. നീ നിത്യദുഃഖങ്ങളുടെ ചെളിക്കുണ്ടിൽ തന്നെ കഴിഞ്ഞു നിന്നോളൂ. അപ്പോൾ അയാൾ മിത്രം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു? നടൻ വിളിച്ചു പറയുന്നു, പോകരുത്, ഞാൻ തയ്യാറാണ്. അങ്ങ് പറയുന്നത് പോലെ എല്ലാ സ്മൃതിയും ഭാണ്ഡങ്ങളും വലിച്ചെറിഞ്ഞ് ഈ കുന്നു കയറാൻ, സ്വർഗത്തിലേക്കുള്ള കുന്നു കയറാൻ ഞാൻ തയ്യാറാവുന്നു. മോഹം എല്ലാ ദുരിതങ്ങളുടെയും ആദ്യത്തെ പടവാണ്. അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉടമയാവും എന്ന് പറഞ്ഞത് ശ്രീ ബുദ്ധനാണ്. ആ വാക്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം.